ശ്രീ കെ അനിൽകുമാർ കൂടി CPIM നേതാവ് ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, ഇന്നലെയും അത് ഗോവിന്ദ മാസ്റ്റർ സൂചിപ്പിച്ചതാണ്. അതായത് ഈ വടകര ബേപ്പൂർ മോഡൽ നമുക്കറിയാം, കോലീബി സഖ്യത്തിൻ്റെ വെളിവായി നിന്നിരുന്ന ഭാഗമാണ്. അവിടെ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു കുപ്രചരണം വർഗീയതയുടെ പേരിൽ പ്രചരിപ്പിക്കുന്നത്. അത് പ്രചരിപ്പിച്ചവർ മറ്റുള്ളവരുടെ പേരിൽ പ്രചരിപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമായി ഇപ്പോഴെത്തുന്നത്. ഇവിടെയാണ് DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് RS റിബേഷിനെതിരെ ഉള്ള കാര്യങ്ങളെ കാണേണ്ടത്. ഇപ്പോഴിതാ വടകര ബ്ലോക്ക് കമ്മിറ്റി 25 ലക്ഷം രൂപയാണ് ഇനാം പ്രഖ്യാപിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് പങ്കുണ്ട് എന്ന് തെളിയിച്ചാൽ 25 ലക്ഷം രൂപ നൽകുമെന്ന്. അല്ല, കേരളത്തില് ഏറ്റവും കൂടുതൽ വർഗീയത കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് UDF എന്ന കാര്യത്തിൽ എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും തീവ്ര മതവർഗീയത കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അവരുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെയും അളവറ്റ പിന്തുണയിലാണ് UDF കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മറികടന്നത് എന്ന് ഈ നാട്ടിലെ ആളുകൾക്കെല്ലാം ബോധ്യമുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാത്ത UDF പയറ്റിക്കൊണ്ടിരിക്കുന്ന മതവർഗീയതയുടെ ഏറ്റവും വിഷം നിറഞ്ഞ ഒരു കളിക്കളമാണ് തലശ്ശേരി ഉൾപ്പെടുന്ന മേഖലയെന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഒരു ഭാഗത്ത് RSS ഉയർത്തിക്കൊണ്ടുവന്ന തലശ്ശേരി വർഗീയ കലാപം മുതൽ നമുക്ക് ഹിന്ദുത്വ ശക്തികൾ അല്ലെങ്കിൽ ആ വർഗീയവാദികൾ എങ്ങനെയാണ് തലശ്ശേരിയെയും അതിന്റെ പരിസര പ്രദേശങ്ങളെയും വർഗീയപരമായി ഉപയോഗിക്കാൻ ശ്രമിച്ചതെന്ന് ഒരു ഭാഗം. മറുഭാഗത്ത് നാദാപുരവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്തു വന്നത് എന്നുള്ളത് മറ്റൊരു ഭാഗമാണ്. നാദാപുരത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നാദാപുരം മേഖലയിൽ ഉണ്ടായിരുന്ന മനുഷ്യന്റെ ജീവിത വിഷയങ്ങളിൽ അവിടുത്തെ അധ്വാനിക്കുന്ന വർഗം പൊതുവിൽ, അധ്വാനിക്കുന്ന വിഭാഗം പൊതുവിൽ ഒരു പ്രത്യേക മതവിഭാഗവുമായി ചേർന്ന് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആ വൈരുദ്ധ്യത്തെ മതസംഘർഷമാക്കി മാറ്റാനുള്ള ശ്രമമാണ് അവിടെ നടന്നു വന്നത്. അതിനെ ചെറുക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചപ്പോഴാണ് ബിനു എന്നൊരു ചെറുപ്പക്കാരൻ അവിടെ തെരുവുംപറമ്പിൽ ഒരു വനിതയെ ബലാത്കാരം ചെയ്തു, നിസ്കാര പായയിലിട്ട് ബലാത്കാരം ചെയ്തു എന്ന് തങ്ങൾ തന്നെയാണ് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് പറയുന്നത്. നിസ്കാരപ്പായയിലിട്ട് ഒരു സ്ത്രീയെ DYFI പ്രവർത്തകനായ ബിനു ബലാത്കാരം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീയെ കൊണ്ടുപോയി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് 1 ലക്ഷം രൂപ സമ്മാനമായി ഇനാമായി കൊടുക്കുന്നത് സോണിയാഗാന്ധിയാണ്. ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കേസിൽ പ്രതിയായി. ആ ബിനുവിനെ NDFകാർ കൊലപ്പെടുത്തി. നിസ്കാരപ്പായയിൽ വെച്ച് ബലാത്കാരം ചെയ്തതിന് ആ ബിനു എന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി. കുറെ കഴിഞ്ഞിട്ടാണ് ഇരയായി എന്ന് പറയുന്ന വനിത തുറന്നു പറയുന്നത് അപ്രകാരം ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. എത്ര കാലം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം പ്രതിക്കൂട്ടിൽ നിന്ന സംഭവമാണ് വടകരയിൽ തന്നെയുള്ള നാദാപുരത്തെ സംഭവം. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത്. കറക്റ്റ്. കാരണം അതിനും ആ നിസ്കാരപ്പ എന്ന വർഗീയ എലമെന്റ് വല്ലാതെ കുത്തിവെച്ചിരുന്നു. ഇവിടെയും അതുപോലെ തന്നെയാണ്. അതെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പാണക്കാട് തങ്ങൾ തന്നെയാണ് ആ വാചകം പറയുന്നത്, മറ്റാരുമല്ല. DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് ഇപ്പോൾ ഇപ്രകാരം ഒരു സ്ക്രീൻഷോട്ട് നിർമ്മിച്ചു എന്നുള്ള ആരോപണമാണ് നിൽക്കുന്നത്. തെളിഞ്ഞിട്ടില്ല. പക്ഷെ DYFIയുടെ ഏതെങ്കിലും ബ്ലോക്ക് പ്രസിഡന്റ് ആണോ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രം? വടകരയിൽ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രം. ഒരു തെറ്റായി നിർമ്മിക്കപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ഉപയോഗിക്കപ്പെട്ടതിൽ ഇടതുപക്ഷ പ്രവർത്തകർക്ക് പങ്കുണ്ടെങ്കിൽ അത് നിശ്ചയമായും തള്ളിപ്പറയേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അവരുടെ നിഷ്കളങ്കത അതിനപ്പുറത്തേക്ക് ബോധ്യപ്പെടുന്നത് എങ്ങനെയാണ്? അവിടെയല്ല, ഞാൻ ഒരു ഭാഗം കൂടെ പറയുന്നത്. ഒരു KK ലതിക CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അവര് ചെയ്തത് എന്താണ്? ഇപ്രകാരം ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിനെ തള്ളിപ്പറയുകയാണ് KK ലതിക ചെയ്യുന്നത്. ഇത് വർഗീയതയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അതിനെ തള്ളിപ്പറയുകയാണ് KK ലതിക ചെയ്യുന്നത്. അവർ പാർട്ടി ലീഡർഷിപ്പിന്റെ നയം KK ലതികയുടെ തള്ളിപ്പറയലുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന പൊതുവായ വാചകം ഷെയർ ചെയ്തുവെന്നാണ്. ഞാൻ 2 മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് പോയപ്പോൾ ആങ്കർമാർ പറയുന്നത് KK ലതിക ഷെയർ ചെയ്തില്ലേ? നിങ്ങൾ ഷെയർ ചെയ്യുക എന്ന് പറയുന്നതും അത് ഉദ്ധരിച്ചുകൊണ്ട് തള്ളിപ്പറയുക എന്ന് പറയുന്നത് രണ്ടും. ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഈ സ്ക്രീൻഷോട്ട് ഉപയോഗിക്കണമോ വേണ്ടയോ നമുക്ക് വിവേകപരമായി തീരുമാനിക്കാം. അത് ഡിബേറ്റബിൾ ആണ്. അത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്.
അത് ക്വസ്റ്റ്യനാണ്. ഇവിടെ നിലനിൽക്കുന്ന സങ്കേതം അനുസരിച്ച് സാധാരണഗതിയിൽ അങ്ങനെയാണ് കാണുന്നത്. ഒരു കാര്യത്തെ ഉദ്ധരിച്ച് അതിനെ വിമർശിക്കുന്ന രീതിയിൽ ആ പോസ്റ്റ് എടുത്തിടാറുണ്ട്. നിലയ്ക്ക് ആ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചിട്ട് ഇതെന്ത് പണിയാണ് കാണിക്കുന്നതെന്ന് ചോദിക്കുകയല്ലേ അതെ ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വം, സംസ്ഥാന കമ്മിറ്റി അംഗം ഇത് കാണുമ്പോൾ തന്നെ തള്ളിപ്പറയുന്ന പൊളിറ്റിക്കൽ നിലപാടാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. പക്ഷെ മാധ്യമങ്ങൾ ആകെ ഇത് കേക്കലധികം ഷെയർ ചെയ്തു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ് ആകെ വലതുപക്ഷത്തിന് കിട്ടുന്ന പിടിവള്ളിയാണ്. ഇന്ന് കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു പുതിയ തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഒരു വർഗീയതയ്ക്കും കീഴ്പ്പെടുത്താനാവാത്ത കേരളത്തിന്റെ ഒരുമ വയനാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർഗീയ ശക്തികൾ അങ്ങോട്ട് കടന്നു കയറാനാവാത്ത വിധം സഖ്യപർവ്വതത്തിന്റെ നടുവിൽ ആ സഖ്യന്റെ മടിത്തട്ടിൽ പണിയെടുക്കുന്ന ഈ കേരളത്തിലെ ഗവൺമെന്റ്, സർക്കാരും അതോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയവും ഡിവൈഎഫ്ഐയും എല്ലാം ശോഭയോടെ ഉയർന്നു നിൽക്കുമ്പോൾ അതിനെ മറയ്ക്കാൻ എന്ത് വേണം? ഇതാണ് വലതുപക്ഷം ആലോചിക്കുന്നത്. തക്കിട്ടിപ്പോയി എന്ന കരുവത്തിൽ കാഫർ. ഒരു കാര്യം ഈ വിദഗ്ധന്മാരെല്ലാം മനസ്സിലാക്കേണ്ടത്, കാഫർ എന്ന് വിളി കേൾക്കാത്ത ഏത് കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളത്തിലുള്ളത്, ലോകത്തുള്ളത്, ഇന്ത്യയിലുള്ളത്? നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, മാനിഫെസ്റ്റോ തുടങ്ങുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, അതിലെ അംഗങ്ങളെ സംബന്ധിച്ച് ദൈവം ഇല്ലാത്തവരാണെന്ന് പ്രചരിപ്പിക്കുന്നവർക്കെതിരായ മറുപടിയോടുകൂടിയല്ലേ. അവിടെ കാഫർ പ്രയോഗം പുതുതായിട്ടൊരു ദിവസം ഉത്ഭവിച്ചതല്ല. പക്ഷേ ഇവിടെ 4 വോട്ടിന് വേണ്ടി ചെയ്ത പ്രവർത്തികൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഇപ്പോൾ ഈ കാണിച്ച ഒത്തൊരുമയെ നവോത്ഥാനത്തിൻ്റെ ബാക്കി പത്രമായി രൂപം കൊണ്ട ആ ആശയത്തെയൊക്കെ ആക്രമിക്കുന്നതാണ്. അവിടെ വർഗീയതയുടെ എലമെൻറ്റ് ഇവിടെ ഇടതുപക്ഷത്തിനെതിരായിട്ടായിരിക്കാം ഇപ്പം നീക്കം ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വളരെ ഗൗരവമാണ്. അത് കേരള ജനതയ്ക്കൊന്നാകെ, അവൻ്റെ മതേതര സങ്കല്പങ്ങൾക്കൊന്നാകെ ആക്രമണം നടത്താനുള്ള ശ്രമമാണ്. അതിനാണ് 4 വോട്ടിന് വേണ്ടി ഈ വലതുപക്ഷം ഇത്തരത്തിൽ നീക്കം നടക്കുന്നത്. അത് അപകടമാണ്. അത് പ്രതിരോധിക്കേണ്ട ബാധ്യത നിങ്ങൾ ഇടതുപക്ഷത്തിനുണ്ട്. അതെ, അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് തലേ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആരെങ്കിലും ഇട്ടാൽ അതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗമാകെ തലകീഴായി മറിഞ്ഞു എന്ന് ആരെങ്കിലും ധരിക്കാമോ? അങ്ങനെയാണോ കേരളത്തിന്റെ ജനവിധി? ഇവിടെ വടകരയുമായി ബന്ധപ്പെട്ട് ഗോവിന്ദന്മാർ ഉന്നയിച്ച 7-8 പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിന് പറയേണ്ടി വന്നു, അരുൺകുമാർ നടത്തിയ ഇന്റർവ്യൂവിനെ എങ്ങനെയാണ് വളച്ചൊടിച്ചത്. അത് അരുൺകുമാർ തന്നെ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങളുടെ അനുഭവം എന്താണ്? അവസാനം റിപ്പോർട്ടർ ചാനൽ തള്ളി പറഞ്ഞു. മാതൃഭൂമിക്ക് എന്ത് പറ്റി? കേരളത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു മതപണ്ഡിതൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ പേരിൽ ബോംബമ്മ എന്ന് പറയുന്ന ഒരു വ്യാജമായ ഒരു ചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു ആഖ്യാനം സൃഷ്ടിക്കുകയും വ്യാജ ലെറ്റർപാഡിൽ പ്രസ്താവന ഉണ്ടാക്കുകയും ചെയ്തു. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? കൃത്യമായും വടകര എന്ന് പറയുന്നത് ഒരു പരീക്ഷണശാലയാക്കാനും അതിന്റെ ഭാഗമായി ആദ്യമായിട്ട് തുടങ്ങിയത് ടീച്ചറമ്മ എന്ന് പറയുന്ന പ്രയോഗത്തിനെതിരായ കടന്നാക്രമണമാണ്. ഡയറക്ട് ടീച്ചർ ഒന്നും പുതിയ കാര്യങ്ങളല്ലല്ലോ. അതിനെതിരായ പോരാട്ടവും പുതിയ കാര്യങ്ങളല്ലല്ലോ. വർഗീയ ശക്തികൾക്കെതിരായിട്ട് ഏറ്റവും തീവ്രമായ പോരാട്ടം കേരളത്തിൽ നടന്നൊരു മണ്ണല്ലേ കണ്ണൂര്, RSSനെതിരായി. അതിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന തീവ്ര വർഗീയ ശക്തികൾ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടേതായ വഴികൾ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് രണ്ടിനെയും മറികടക്കാതെ കേരളത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് ഈ പാഠങ്ങൾ നൽകുന്നത്. ഈ പോരാട്ടം മതനിരപേക്ഷ കേരളത്തെ ശക്തിപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത്. യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരു വാക്കിന്റെ, ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ പ്രയോഗത്തിന്റെ ഭാഗമായിട്ടല്ല CPM-നെ ആരും വിലയിരുത്തുന്നത്. ഇവിടെ ഡിവൈഎഫ്ഐ വളരെ കൃത്യമായി അത്തരമൊരു നിർമ്മിതിയിൽ തങ്ങൾക്ക് പങ്കില്ല എന്നും, എന്നാൽ തങ്ങളുടെ പ്രവർത്തകർ അത് ഉപയോഗിക്കാനിടയായിട്ടുണ്ട് എന്നും യാഥാർത്ഥ്യബോധത്തോടെ കാണുന്നുണ്ട്. അത് ഉപയോഗിച്ചത് തള്ളിപ്പറയാൻ വേണ്ടിയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇനി ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തള്ളിപ്പറയാൻ വേണ്ടിയും അത്തരം സ്ക്രീൻഷോട്ടുകൾ ഉപയോഗിക്കാമോ എന്നുള്ള ചോദ്യത്തിനകത്ത് ആരോഗ്യകരമായ ഒരു സംവാദം സാധ്യമാണ്. പക്ഷെ നിങ്ങൾ ആരോട് സംവദിക്കുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. തൃക്കാക്കരയിൽ ഒരു വീഡിയോ കിട്ടിയപ്പോൾ ഇത്തരമൊരു വീഡിയോ ലഭിച്ചാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത് എന്ന് ചോദിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് കീഴിലുള്ള UDF-മായി എന്ത് സംവാദമാണ് കേരളത്തിൽ സാധ്യമാവുക എന്നതും കേരളം കണ്ണു തുറന്ന് കാണണം. തീർച്ചയായും. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ K. അനിൽകുമാർ.